My dear children, welcome to this class. Computer Applications Commerce Class Plus 1 Chapter 1 Fundamentals of Computers. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതുവരെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസും ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ എക്സ്പ്ലനേഷനും. പാർട്ട് 1 2 പാർട്ടായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പാർട്ട് 1 ഫണ്ടമെൻറ്റൽസ്, കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ്, അതുപോലെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. പാർട്ട് 2 നമ്പർ സിസ്റ്റം ആണ് മെയിനായിട്ട് വരിക. ഓക്കെ, പാർട്ട് 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ നോൺ ആസ് ഡാഷ്. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതിനെന്താ പറയുക? ഫസ്റ്റ് ടോപ്പിക് തന്നെ നമ്മൾ അതിൽ എന്തായിരുന്നു? ഡാറ്റ ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, പ്രോസസ്സ് ചെയ്യാത്ത, മീനിങ് ഇല്ലാത്ത ഫാക്ട്സ്, ഫിഗേഴ്സ്, മെസ്സേജസ്, അതിനെയാണ് ഡാറ്റ എന്ന് പറയാം. ഓക്കെ, ഇത് ചോദിക്കാറുണ്ട്. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ നോൺ ആസ് ഡാഷ്. ഓക്കെ, ഇനി ഇത് തന്നെ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. അത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, ഡിഫൈൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ നിർവചനം, കംപ്ലീറ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? എ കമ്പ്യൂട്ടർ മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഇലക്ട്രോണിക് മെഷീൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ. ഇനി അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഡെഫിനേഷൻ നമുക്ക് ഡിസൈൻ ചെയ്യാം. എ കമ്പ്യൂട്ടർ ഈസ് ഡിഫൈൻഡ് ആസ് എൻ ഇലക്ട്രോണിക് മെഷീൻ ഡിസൈൻഡ് ടു ആക്സെപ്റ്റ് ദി ഡാറ്റ and instructions, performs the operations on the data and produces the output. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുക. ഇറ്റ് ആക്സെപ്റ്റ്സ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്വീകരിക്കും. ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പെർഫോംസ് ഓപ്പറേഷൻസ് ഓൺ ദീസ് ഡാറ്റ. നമ്മൾ കൊടുത്ത ഡാറ്റയിൽ ഓപ്പറേഷൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഓപ്പറേഷൻസ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് an output, ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ് കമ്പ്യൂട്ടർ. ക്ലിയർ? എ കമ്പ്യൂട്ടർ മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഇലക്ട്രോണിക് മെഷീൻ ഡിസൈൻഡ് ടു ആക്സെപ്റ്റ് ദി ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ആക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും. പെർഫോംസ് ഓപ്പറേഷൻസ് ഓൺ ദി ഡാറ്റ, നമ്മൾ കൊടുത്ത ഡാറ്റയിൽ ഓപ്പറേഷൻ ചെയ്യും. ആൻഡ് പ്രൊഡ്യൂസസ് ദി ഔട്ട്പുട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പ്രോസസ്ഡ് ഡാറ്റ ഈസ് നോൺ ആസ് ഡാഷ്. ഡാറ്റ പ്രോസസ് ചെയ്താൽ എന്ത് കിട്ടും? യെസ്, ഇൻഫർമേഷൻ. ദിസ് ഇസ് എ വെരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രോസസ്ഡ് ഡാറ്റേനെയാണ് എന്ത് പറയുക? ഇൻഫർമേഷൻ. പ്രോസസ്സ് ചെയ്യാത്ത മെസ്സേജസിനെ ഡാറ്റ എന്ന് പറയും. ഓക്കെ, ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള ഒരു ടേബിളായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ ടു ഗെറ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡാറ്റയിൽ നടത്തുന്ന ഓപ്പറേഷൻ, ആ മാനിപ്പുലേഷനെ പറയുന്ന പേരെന്താണ്? ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഡാറ്റ എന്ത് ചെയ്യണം? യെസ്, പ്രോസസ്സ് ചെയ്യണം. ഡാറ്റ പ്രോസസ്സ് ചെയ്യണം. അതിനാണ് മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുക. അപ്പോൾ ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ വരിക. അതിനെ പ്രോസസ്സിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയാം. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്താലാണ് ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കിയിട്ട് മാറ്റുക. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ പ്രോപ്പർ ഓർഡർ. നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് 6 സ്റ്റെപ്സ് ആണുള്ളത്. ആ 6 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത് പ്രോപ്പർ ഓർഡർ, എല്ലാ സ്റ്റെപ്പും കൂടെ തന്നിട്ടുണ്ട്. അത് ഓർഡറിലല്ല, അതിനെ നമുക്ക് ഓർഡറിലാക്കണം. ഓക്കെ, അപ്പോൾ ഓർഡറിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാദ്യം വരും? പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, ഡാറ്റ ക്യാപ്ചർ ആൻഡ് ഇൻപുട്ട്. ഇതിലേത് ആദ്യം വരിക? ആദ്യം ഇപ്പോൾ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളത് ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ എന്താണ് നമ്മൾ ആദ്യം വേണ്ടത്? ആദ്യം ഡാറ്റ വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ഡാറ്റ ശേഖരിക്കണം, ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്? ഡാറ്റ ക്യാപ്ചർ. ഇതാണ് ആദ്യം വേണ്ടത്. ഡാറ്റ ആദ്യം ക്യാപ്ചർ ചെയ്യണം. ഡാറ്റ ക്യാപ്ചർ. ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും? അതിനെ ഇൻപുട്ട് ചെയ്യേണ്ട. ആദ്യം നമ്മൾ ഡാറ്റ ശേഖരിച്ച് വെക്കും, എന്നിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കണം. സോ ഇൻപുട്ട് ചെയ്യാം. ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം ഇൻപുട്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോസസ്സ് ചെയ്യുക. ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും.
ആ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഔട്ട്പുട്ട്. ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ ഓർഡർ. ആദ്യം ഡാറ്റ ക്യാപ്ചർ ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് പ്രോസസ്സ് ചെയ്യുക. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടാണ് യൂസേഴ്സിലേക്ക് ആർക്കൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡാറ്റ പ്രോസസ്സിംഗ് സ്റ്റെപ്സ് നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട് അല്ലേ. ഡാറ്റ പ്രോസസ്സിംഗ് പ്രൊസീഡ്സ് ത്രൂ 6 സ്റ്റേജസ്. 4 സ്റ്റേജസ് ആണ് ഇതിനുള്ളത്. ഡാറ്റ ക്യാപ്ചറിങ്, ഡാറ്റ ശേഖരണം, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ്. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ തന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 മാർക്കിനോ ചിലപ്പോൾ 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ ദി ഡാറ്റ പ്രോസസ്സിംഗ് സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ഈ ചിത്രം വരച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ഫിഗർ, ഓക്കെ, ഈ ഒരു ഫിഗർ വരച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ആ ഓരോന്നിലെയും ഡാറ്റ ക്യാപ്ചർ എന്താണ്, ഇൻപുട്ട് എന്താണ്. ഡാറ്റ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, കളക്ട് ദി ഡാറ്റ. അങ്ങനെ ഓരോ സെൻറ്റൻസിലോ 1-2 സെൻറ്റൻസിലോ ഓരോന്ന് എഴുതി വയ്ക്കുക. ഡാറ്റ ക്യാപ്ചർ ചെയ്യുക, ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. നമ്മൾ ആ കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞില്ലേ, അതേപോലെയൊക്കെ തന്നെ. പിന്നെ ഔട്ട്പുട്ട് കിട്ടും. പ്രോസസ്സിങ്ങിന് ശേഷം ഔട്ട്പുട്ട് കിട്ടും. അതിന് ശേഷം നോക്കൂ, ഇൻപുട്ട് കഴിഞ്ഞാൽ അത് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ എടുത്തിട്ടാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യുക. പ്രോസസ്സിന് ശേഷം വീണ്ടും ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കും. വീണ്ടും വേണമെങ്കിൽ പ്രോസസ്സ് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടും. അതങ്ങനെ റിപ്പീറ്റായിട്ട് സൈക്കിളായിട്ട് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ദെൻ ഡിസ്ട്രിബ്യൂഷൻ. ഔട്ട്പുട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡാറ്റ ക്യാപ്ചർ, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓരോ സ്റ്റെപ്പും എന്തിനാന്നുള്ളതും എഴുതാനായിട്ട് അറിയണം. അപ്പോൾ ഇത് 2 മാർക്കിനോ 3 മാർക്കിനോ 5 മാർക്കിനോ ഈ ടോപ്പിക്കിൽ നിന്ന് വരാറുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ഡാറ്റ പ്രോസസ്സിംഗ് സ്റ്റെപ്സ് മറക്കരുത് ഇത് പഠിക്കാൻ. വിച്ച് ഈസ് ദി ഫൈനൽ സ്റ്റേജ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിങ്ങിലുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞ എന്താണ്, ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം യൂസേഴ്സിന് ആർക്കൊക്കെയാണോ വേണ്ടതെന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അഡ്മിഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അലോട്ട്മെൻ്റ് ഒക്കെ വന്നിട്ട് അലോട്ട്മെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കണ്ടേ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ ആ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ. അലോട്ട്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയാം. ദി പ്രൊഫോമ ദാറ്റ് ഈസ് ഡിസൈൻ ടു കളക്ട് ഡാറ്റ ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് ഫോർമാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ പ്രൊപ്പോസ്ഡ് ദി മോഡൽ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ. മോഡേൺ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പ്രൊപ്പോസ് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ. അദ്ദേഹത്തിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ജോൺ വോൺ ന്യൂമാൻ ആണ് മോഡേൺ കമ്പ്യൂട്ടറിൻ്റെ പ്രൊപ്പോസ് ചെയ്തത്. നെയിം ദി കമ്പോണൻസ് ഓഫ് സി പി യു. സി പി യുവിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയെന്നാണ് എഴുതാനാണ്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചർ ഓർമ്മ വരണം. ആദ്യം ഇൻപുട്ട്, പിന്നെ ഒരു സി പി യു ഉണ്ട്. സി പി യുവിൻ്റെ മുകളിൽ നമ്മളൊരു മെമ്മറി വരയ്ക്കും, അല്ലെങ്കിൽ താഴെ ഒരു മെമ്മറി വരയ്ക്കും. ദെൻ ഔട്ട്പുട്ട്. അങ്ങനെ 4 യൂണിറ്റാണ് ഒരു കമ്പ്യൂട്ടറിനുള്ളത്. അതിൽ സി പി യു എന്ന് പറഞ്ഞ യൂണിറ്റിനെ 3 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഈ 3 എണ്ണമാണ് സി പി യുവിൻ്റെ ഉള്ളിലുള്ളത്. ALU എന്ന് പറയുമ്പോൾ എന്താണ്, ആ പേരിൽ തന്നെ ഉണ്ട്, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ പാർട്ടിനെയും കൺട്രോൾ ചെയ്യുന്നതും അതിനെ ഏകോപിപ്പിക്കുന്നതൊക്കെ കൺട്രോൾ യൂണിറ്റാണ്. അതുകൊണ്ടാണ് കൺട്രോൾ യൂണിറ്റിനെ നെർവസ് സിസ്റ്റം ഓഫ് എ കമ്പ്യൂട്ടർ, അല്ലെ, നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നെർവസ് സിസ്റ്റം. നമ്മുടെ നാഡീവ്യൂഹമാണ് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു സി പി യു ഒരു കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. അതുകൊണ്ട് തന്നെ അതിനെ നെർവസ് സിസ്റ്റം എന്ന് പറയാറുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ നെർവസ് സിസ്റ്റമാണ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് രജിസ്റ്റർ. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് മെമ്മറിയാണ്. ഒരു ടെമ്പററി മെമ്മറിയാണ്. സി പി യുവിൻ്റെ ഉള്ളിലുള്ള ഒരു ടെമ്പററി മെമ്മറിക്കാണ് രജിസ്റ്റർ എന്ന് പറയുക. ആ രജിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടർ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ഇസ് എ ടെമ്പററി മെമ്മറി എലിമെൻറ്റ്, സ്റ്റോറേജ് എലിമെൻറ്റ്. സി പി യുവിൻ്റെ ഉള്ളിൽ സി പി യുവിന് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പററി മെമ്മറിയാണ് രജിസ്റ്റർ. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും, രജിസ്റ്ററിനെ പറ്റി, 2ാമത്തെ ചാപ്റ്ററിൽ.
Next question is, which part of a computer can be compared to the human brain? Very simple question. Human brain നോട് കമ്പയർ ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്ട് ഏതാണ്? യെസ്, CPU ന്റെ ഫുൾ ഫോം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. Distinguish between data and information. So another very important question, ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള കമ്പാരിസൺ ടേബിൾ ആയിട്ട് അത് ഇതേപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. ഷുവർ ആയിട്ടും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ മലയാളത്തിലുള്ള ടേബിളും ഇവിടെ നിങ്ങൾക്ക് കാണാം. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അസംസ്കൃത വസ്തുക്കളും കണക്കുകളും, അതായത് പ്രോസസ്സ് ചെയ്യാത്ത ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് ഡാറ്റ എന്ന് പറയാം. പ്രോസസ്സ് ചെയ്ത ഡാറ്റയ്ക്കാണ് ഇൻഫോർമേഷൻ എന്ന് പറയാം. ഡാറ്റ വിവരം എന്നാണ് ഇൻഫോർമേഷന് മലയാളം ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ, സിമിലർ ടു റോ മെറ്റീരിയൽസ്, ഇത് അസംസ്കൃത വസ്തുവിന് സമാനം. നമ്മൾ പ്രോസസ്സ് ചെയ്യാത്തതാണ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ അസംസ്കൃത മെറ്റീരിയൽ ആണ് ഏത്? ഡാറ്റ. അത് സിമിലർ ടു ദി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, ഒരു ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് ഏത്? ഇൻഫർമേഷൻ. പൂർത്തിയായ ഒരു ഉൽപ്പന്നത്തിന് സമാനം ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഓക്കെ, അതൊന്ന് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് ആയിരിക്കും, ഒരു റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷേ ഡാറ്റ എന്ന് പറയുമ്പോൾ അതിന് മീനിങ് ഉണ്ടാവില്ല, അതിന് ഒരു പ്രോസസ്സ് ചെയ്തിട്ടില്ലല്ലേ, അപ്പോൾ അതിന് ഒരു കൃത്യമായിട്ടൊരു മീനിങ് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ്, കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ്. ഈ ഡാറ്റ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അതിനെ പ്രോസസ്സ് ചെയ്തിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്തതാണ് ഡാറ്റ, അതിനെ നേരിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻഫർമേഷൻ ആണെങ്കിലോ ആഡ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്, അറിവ് വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും സഹായിക്കുന്നത്. ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ ഈ ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇൻഫർമേഷനിലാണെങ്കിലോ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇൻഫർമേഷൻ. ആൻഡ് ദി ലാസ്റ്റ് ഡിഫറൻസസ്, does not give precise and clear sense. കൃത്യമായ ധാരണയും വ്യക്തതയും നൽകുന്നില്ല. ഇപ്പം 25 എന്നുള്ളതൊരു ഡാറ്റയാണ്. ഈ 25 എന്നുള്ളത് നമുക്ക് എന്താണെന്ന് നമുക്ക് 25 എന്ന് കണ്ടാൽ മനസ്സിലാവോ? 25 എന്തൊക്കെയാവാം? 25 ഒരു ഏജ് ആവോ, ഒരു മാർക്കാവും, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമാവോ, അങ്ങനെ എന്തോ ആവാം. അപ്പോൾ ഒരു ഡാറ്റ ഒരു 25 എന്ന് മാത്രം കണ്ടാൽ നമുക്കത് എന്താണെന്ന് ക്ലിയർ ആവില്ല. അപ്പോൾ ആ ഒരു പോയിന്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. കൃത്യമായ ധാരണയും വ്യക്തതയും നൽകുന്നില്ല. നേരെ മറിച്ച് ഇൻഫർമേഷൻ ആണെങ്കിലോ ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ, വളരെ ക്ലിയർ ആയിരിക്കും, വ്യക്തമായിരിക്കും, അർത്ഥപൂർണവുമാണ്. 25 ഈസ് മൈ റോൾ നമ്പർ, എൻ്റെ റോൾ നമ്പർ 25 ആണ്. അപ്പോൾ അതൊരു ഇൻഫർമേഷൻ അല്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ? 25 എന്നതാണ് എൻ്റെ റോൾ നമ്പർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിരിക്കും, മീനിങ് ഫുൾ ആയിരിക്കും. ഡാറ്റ എന്ന് പറയുമ്പോൾ ക്ലിയർ ആവില്ല, നോട്ട് ക്ലിയർ ആൻഡ് മീനിങ്ലെസ് ആയിരിക്കും, മീനിങ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇത് പഠിക്കണം, ഡാറ്റയും ഇൻഫർമേഷനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ലിസ്റ്റ് ഡൗൺ ദി ഫങ്ഷൻസ് ഓഫ് ഇൻപുട്ട് യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഒരു ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുക? അപ്പോൾ അതിൽ നോക്കൂ, ആദ്യം നമ്മൾ പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ് എന്തിനാ ഉപയോഗിക്കുക? ഇൻപുട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നത് ടു ആക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യും അല്ലേ? എന്നിട്ട് ഈ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് അറിയുന്ന പോലെ ABCD 1 2 3 അങ്ങനെയുള്ള നമ്പേഴ്സും ലെറ്റേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. പക്ഷെ നമ്മളുടെ കമ്പ്യൂട്ടറിന് ആ ABCD 1 2 3 എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല, കമ്പ്യൂട്ടറിന് എന്തേ അറിയുള്ളൂ? ബൈനറി ലാംഗ്വേജ് 1 and 0, ഇത് മാത്രമേ കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഇൻസ്ട്രക്ഷൻസിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട്സ് ദീസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു എ ഫോം ആക്സെപ്റ്റബിൾ ടു ദി കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഇൻപുട്ട് യൂണിറ്റ് വഴി, ഇൻപുട്ട് ഡിവൈസസ് വഴി ഡാറ്റയും ഇൻസ്ട്രക്ഷൻസൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. ആ ആക്സെപ്റ്റ് ചെയ്ത ഡാറ്റയും ഇൻസ്ട്രക്ഷൻസൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന, കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്കാക്കി മാറ്റും.
അതിനുശേഷം എന്ത് ചെയ്യും, സപ്ലൈസ് ദീസ് കൺവേർട്ടഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദി കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിങ്. ഇനി അത് പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റ ഇൻഫർമേഷനൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ആക്സെപ്റ്റ് ചെയ്യും. എന്താ ആക്സെപ്റ്റ് ചെയ്യുന്നത്? ആക്സെപ്റ്റ്സ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ദെൻ കൺവേർട്ട് ദീസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു കമ്പ്യൂട്ടർ ആക്സെപ്റ്റബിൾ ഫോം. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാലേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ് കേട്ടോ, നമ്മളല്ല ചെയ്യുന്നത്. നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് യൂണിറ്റ് എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് 01, അതായത് മെഷീൻ ലാംഗ്വേജിലേക്കാക്കി മാറ്റും, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റും. ദെൻ സപ്ലൈസ് ദീസ് കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ടു ദി കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിങ്. എന്നിട്ട് എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ ഔട്ട്പുട്ട് യൂണിറ്റ് ചെയ്യുക കേട്ടോ. ഔട്ട്പുട്ട് യൂണിറ്റ് ഇത് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റും. അത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക എന്തൊക്കെയാണ് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ. ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇത് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും, CPU നിന്ന് ഔട്ട്പുട്ട് കിട്ടും, പ്രോസസ്സിന് ശേഷം ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് കിട്ടുന്നത് ബൈനറി ഫോമിലാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ബൈനറി ലാംഗ്വേജിൽ ഔട്ട്പുട്ട് കണ്ടാൽ മനസ്സിലാവോ 01 എന്നുള്ളത്? അല്ല, കമ്പ്യൂട്ടർക്ക് തരുന്ന ഔട്ട്പുട്ട് ബൈനറിയിലായിരിക്കും. അതിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ചെയ്യുക. അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് എഴുതി നോക്കൂ കേട്ടോ. നെക്സ്റ്റ് ഇസ് റൈറ്റ് ഡൗൺ ദി റോൾ ഓഫ് കൺട്രോൾ യൂണിറ്റ് ഇൻ എ കമ്പ്യൂട്ടർ. വേറൊരു കമ്പ്യൂട്ടറിൻ്റെ പാർട്ടാണ് കൺട്രോൾ യൂണിറ്റ്. അതായത് CPU-യിലുള്ള ഒരു എലമെൻ്റ് ആണ് കൺട്രോൾ യൂണിറ്റ്. ഈ കൺട്രോൾ യൂണിറ്റ് എന്തിനാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, കൺട്രോൾ യൂണിറ്റ് ഈസ് ദി നെർവസ് സിസ്റ്റം ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ നെർവസ് സിസ്റ്റം എന്നാണ് പറയുക. അതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് മാനേജസ് ആൻഡ് കോഓർഡിനേറ്റ്സ് ഓൾ ദി അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. മെമ്മറിയിൽ നിന്ന് ഡാറ്റ ആവശ്യമുള്ളിടത്തേക്ക് എത്തിക്കുക, അവിടുന്ന് മെമ്മറിയിൽ നിന്ന് പ്രോസസ്സ് ചെയ്തതിന് ശേഷം മെമ്മറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ബാക്കിയുള്ള എല്ലാ യൂണിറ്റിനെയും കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് ദാറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ദി അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മറ്റുള്ള ഭാഗങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ്. നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ടേഴ്സ് ആർ സ്ലേവ്സ്, ഹ്യൂമൻസ് ആർ മാസ്റ്റേഴ്സ്. ഡു യു എഗ്രി വിത്ത് ദിസ്? ഗിവ് റീസൺ. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ സ്ലേവ്സ്, കമ്പ്യൂട്ടേഴ്സൊക്കെ അടിമകളാണ്. ഹ്യൂമൻസ് ആർ മാസ്റ്റേഴ്സ്, നമ്മളൊക്കെ മാസ്റ്ററാണ്, കമ്പ്യൂട്ടർ അടിമകളാണ്. നിങ്ങളിതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങളിതിനോട് സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് കാരണം? യെസ് അല്ലേ, കമ്പ്യൂട്ടർ ശരിക്കും ഒരു സ്ലേവ് അല്ലേ? നമ്മളുടെ സെർവൻസിനെ പോലെയാണ് കമ്പ്യൂട്ടർ ചെയ്യാം. കാരണം നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഭംഗിയായിട്ട് കമ്പ്യൂട്ടർ ചെയ്തു തരും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അതിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ സ്ലേവ്സ് അല്ലെങ്കിൽ സെർവൻസ് എന്ന് പറയാം. അപ്പോൾ നോക്കൂ, കമ്പ്യൂട്ടേഴ്സ് ഡു നോട്ട് ഹാവ് അഡ്യൂക്കേറ്റ് നോളജ് ഓർ ഇൻ്റലിജൻസ് ടു ഇൻ്റർപ്രറ്റ് ദി റിസൾട്ട്. They only carry out instructions given by the human like an obedient servant. കമ്പ്യൂട്ടറുകൾക്ക് ഫലങ്ങൾ, അതായത് റിസൾട്ട്സ് വിശകലനം ചെയ്യാൻ മതിയായ അറിവോ ബുദ്ധിയോ ഇല്ല. അല്ലേ, കമ്പ്യൂട്ടറിന് ബുദ്ധിയില്ല. അവ അനുസരണയുള്ള ഒരു സേവകനെ പോലെ നിർദ്ദേശങ്ങൾ നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് ആർ സ്ലേവ്സ്. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ ഒരു സെർവൻറ്റിനെ പോലെ, ഒരു സേവകനെ പോലെ അനുസരണയോടെ ചെയ്യും. ഓക്കെ, ലിസ്റ്റ് ഡൗൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനും ചോദിക്കും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും. 1-2 ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റായിട്ടൊന്ന് പറഞ്ഞു പോവാം. നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ്. അല്ലേ, ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരിക കമ്പ്യൂട്ടറിൻ്റെ കാര്യം കേൾക്കുമ്പോൾ സ്പീഡാണ്. കമ്പ്യൂട്ടർ ഈസ് എ വെരി ഫാസ്റ്റ് മെഷീൻ. മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ സെക്കൻഡ് ക്യാൻ പെർഫോം. ഒരു സെക്കൻഡിൽ മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും, അത്രയും ഫാസ്റ്റ് ആണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് സ്പീഡാണ്, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദെൻ ആക്യുറസി, റിസൾട്ട് എന്തായിരിക്കും? വളരെ കറക്റ്റ് ആയിരിക്കും. റിസൾട്ട് വിൽ ബി വെരി കറക്റ്റ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. അതിന് നമ്മളൊരു ഫ്രേസ് നിങ്ങൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ജിഗോ, GIGO, GIGO, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർബേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട്
ഗാർബേജ് എന്ന് പറയുമ്പോൾ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഇൻപുട്ട് ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? എറർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടും കറക്റ്റ് ആയിരിക്കും. ഇൻപുട്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും തെറ്റായിരിക്കും, കറക്റ്റ് ആവില്ല. accuracy എന്ന് പറയുമ്പോൾ the result will be very correct. Then next is ഡെലിഗൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കുറച്ച് നേരം എന്തെങ്കിലും വർക്ക് ചെയ്താൽ നമ്മൾ ക്ഷീണിക്കും, നമ്മൾ നിർത്തി വെച്ച് പോകും പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ബട്ട് കമ്പ്യൂട്ടർ ഈസ് എ വെരി ഡെലിഗൻറ്റ് മെഷീൻ. കാരണം എന്താണ്? ഇറ്റ് ഹാസ് നോ ടയേർഡ്നെസ്. അതൊരിക്കലും ക്ഷീണിക്കില്ല. ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഫോർ ലോങ് അവേഴ്സ്. അതിന് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യും. ഓക്കെ, അത് മെഷീൻ ആയതുകൊണ്ട് അത് എത്ര സമയം വേണമെങ്കിലും വർക്ക് ചെയ്യും, അതിന് ക്ഷീണം ഉണ്ടാവില്ല. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്, ഡെലിഗൻസ്. നോ വേഴ്സറ്റാലിറ്റി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേഴ്സറ്റിലിറ്റി എന്ന് പറയും. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോസസ്സിംഗ് ടാസ്ക്. ഒരു കമ്പ്യൂട്ടറിൽ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ജനറൽ പർപ്പസ് മെഷീനാണ് കമ്പ്യൂട്ടർ. അതുകൊണ്ട് ഒരു വേഴ്സറ്റൈൽ മെഷീനാണ്, എന്ത് ഓപ്പറേഷനും അതിൽ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹ്യൂജ് മെമ്മറി കപ്പാസിറ്റി ഈസ് വെരി ഹൈ. കമ്പ്യൂട്ടറിൽ എത്ര ഡാറ്റ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ്: സ്പീഡ്, ആക്യുറസി, ഡെലിഗൻസ്, വേഴ്സറ്റാലിറ്റി ആൻഡ് ഹ്യൂജ് മെമ്മറി. ഇതിലൊരു 3-4 നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നുകിൽ ഞാൻ പറഞ്ഞ പോലെ ലിസ്റ്റ് ചെയ്യാനായിട്ട് ആ പോയിന്റ്സ് മാത്രം ഏതൊക്കെയാണെന്നുള്ളത് മാത്രം എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ 1-2 എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് എന്താണെന്നും കൂടി ഓരോ സെൻറ്റൻസിൽ എഴുതി വെക്കണം. Now there are 2 limitations for computers. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താണ്? ലാക്ക് ഓഫ് IQ, ഇൻ്റലിജൻസ് ക്വോഷ്യൻസ്. ഇൻ്റലിജൻസ് ഇല്ല കമ്പ്യൂട്ടറിന്, അല്ലേ? മെനി പീപ്പിൾ തിങ്ക് ദ കമ്പ്യൂട്ടർ ഹാസ് സൂപ്പർ ഹ്യൂമൻ കേപ്പബിലിറ്റീസ്. അല്ലെ, സാധാരണ നമ്മൾ എന്താ വിചാരിക്കുക? കമ്പ്യൂട്ടറിൽ എന്ത് വർക്കും ചെയ്യാൻ പറ്റും, അപ്പോൾ കമ്പ്യൂട്ടറിന് നല്ല ബുദ്ധി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് അവരുടെ ഇൻ്റലിജൻറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെഷീൻ മാത്രമാണ് കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റലിജൻസ് അല്ല ഇത്, ഹ്യൂമൻ ബീയിങ് അവരുടെ ഇൻ്റലിജൻസ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് ഈ മെഷീൻ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ്റലിജൻസ് ഇല്ല. ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. പിന്നെന്താണ്? അതിന് ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അത് സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും, ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അതിന് കമ്പ്യൂട്ടറിന് ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല. ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവില്ല. ഓക്കെ, ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. With the help of a block diagram, explain the functional units of a computer. ഇത് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം നമുക്കിത് ഓർമ്മയുണ്ടല്ലോ. ആദ്യം ഇൻപുട്ട് യൂണിറ്റ്, പിന്നെ CPU. കണ്ടോ, CPU ആണ് ഇവിടെ. CPUവിൻ്റെ ഉള്ളിൽ 3 യൂണിറ്റ്: കൺട്രോൾ യൂണിറ്റ്, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് രജിസ്റ്റർ. ദെൻ ഒരു സ്റ്റോറേജ് ഡിവൈസ്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. അങ്ങനെ 4 കമ്പോണൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കണം. ഇനി ഇതിൻ്റെ എക്സേക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷനും കൂടി എഴുതി കൊടുക്കണം. ഇൻപുട്ട് യൂണിറ്റ് എന്താണ്? സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എഴുതിക്കോളൂ കറക്റ്റായിട്ട്. ഇൻപുട്ട് യൂണിറ്റ് എന്താ ചെയ്യുക? ദി കളക്റ്റഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ എൻറ്റേർഡ് ടു ദി കമ്പ്യൂട്ടർ ത്രൂ ദി ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്തിനാ ഉപയോഗിക്കുക? കീബോർഡ് മൗസൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്. ഈ ഇൻപുട്ട് ഡിവൈസ് വഴി നമ്മൾ ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എൻ്റർ ചെയ്യും. ഓക്കെ, കളക്റ്റഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ എൻ്റേർഡ് ത്രൂ ദി ഇൻപുട്ട് യൂണിറ്റ് അതിനാണ് ഉപയോഗിക്കുക. അടുത്ത എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. മിനിമം ഇത്രയെങ്കിലും പോയിന്റ്സ് നിങ്ങൾ എഴുതി വയ്ക്കണം. ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് ദി ഓപ്പറേഷൻസ് ഓഫ് അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു കൺട്രോൾ യൂണിറ്റ് എല്ലാ യൂണിറ്റ്സിനെയും, ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പാർട്ടുകളെയും, എല്ലാ യൂണിറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് CPU ആണ്. ഓക്കെ, 3 കമ്പോണൻസ് ആണ് ഒരു CPUക്കുള്ളത്. ഏതൊക്കെയാണ്? അരിത്മാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റർ. ഓക്കെ, ഇനി ഓരോന്നിനെയും പറ്റി എഴുതാം. അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി കാൽക്കുലേഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ ALU. ആ പേരിൽ തന്നെ നമുക്കറിയാം, അരിത്മാറ്റിക് ഓപ്പറേഷൻസ്, കാൽക്കുലേഷൻസ് എല്ലാം ഓപ്പറേഷൻ ചെയ്യുന്നതും ALU-ലാണ്. ദെൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെർവസ് സിസ്റ്റം ഓഫ് ദി കമ്പ്യൂട്ടർ ദാറ്റ് കൺട്രോൾസ്
ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നത്, ഏകീകരിക്കുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി, ഒരു താൽക്കാലിക മെമ്മറിയാണ്. ദാറ്റ് മേക്സ് ദി ഫങ്ഷൻസ് ഓഫ് CPU ഈസിയർ. CPU-ൻ്റെ ഫങ്ഷൻസ്, ഓപ്പറേഷൻസ് അത് ഫാസ്റ്റാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു താൽക്കാലിക സ്റ്റോറേജ് എലമെൻ്റ് ആണ് രജിസ്റ്റർ. ടെമ്പററി സ്റ്റോറേജ് ആണ് രജിസ്റ്റർ. ഇനി മൂന്നാമത്തെ പാർട്ട് സ്റ്റോറേജ് യൂണിറ്റ്. ആ പേരിൽ തന്നെ നമുക്കറിയാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദി ഫങ്ഷൻസ് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ് ആർ ടു സ്റ്റോർ. എന്തൊക്കെയാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കാം? ടു സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഉണ്ടാവില്ലേ? മെയിൻ കാൽക്കുലേഷന് മുമ്പ് നമ്മൾ ടെമ്പററി ആയിട്ട് ഡാറ്റയിൽ കാൽക്കുലേഷനൊക്കെ ചെയ്യും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഉണ്ടാവും. അതിനുശേഷം ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ്. ഇറ്റ് സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ആൻഡ് ഫൈനൽ റിസൾട്ട്. ഓക്കെ. ആൻഡ് ദി ലാസ്റ്റ് ഇസ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്തിനാണ്? ഡാറ്റ പ്രോസസ്സ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് ഔട്ട്പുട്ട് വേൾഡ്, ഔട്ട്സൈഡ് വേൾഡിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഔട്ട്പുട്ട് വേൾഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കും. ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കും. അതായത് മോണിറ്ററോ അല്ലെങ്കിൽ പ്രിൻ്ററോ ഏതിലാണോ ഔട്ട്പുട്ട് വേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുക റിസൾട്ട്. ദി ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് സപ്ലൈഡ് ടു ദി ഔട്ട്സൈഡ് വേൾഡ് ത്രൂ ദി ഔട്ട്പുട്ട് യൂണിറ്റ്. ഈ ഔട്ട്പുട്ട് യൂണിറ്റ് വഴിയാണ് ഈ പ്രോസസ്സിങ്ങിന് ശേഷം കിട്ടിയ റിസൾട്ട് വരുന്നത്. അത് മോണിറ്ററിലാവാം. ചില ഔട്ട്പുട്ട് നമുക്ക് മോണിറ്ററിലായിരിക്കും, ചിലപ്പോൾ പ്രിൻ്ററിലായിരിക്കും. അങ്ങനെ പല ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എഴുതേണ്ടത്. 3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ 3 മാർക്കിനാണെങ്കിൽ ആ CPU-ക്ക് 3 പാർട്ട് ഉണ്ട്, അതിൻ്റെ പേര് മാത്രമേ എഴുതി വെച്ചാലൊക്കെ മതി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ